ലൈംഗികാതിക്രമ കേസും വിജിലൻസ് അന്വേഷണവും നേരിടുന്ന ഉദ്യോഗസ്ഥന് വീണ്ടും പുതിയ നിയമനം. AMVI ഡിപിൻ ഇടവണ്ണയ്ക്കെതിരായ നടപടി വൈകുന്നതിൽ അതൃപ്തി തുടരുന്നു. ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്ക് അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ പോസ്റ്റിംഗ് ഓർഡറും എത്തിയിരിക്കുന്നു. ഇതോടെ സർവീസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 2023 കണ്ണൂർ പൊന്നിയം സ്വദേശിയായ ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കതിരൂർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വാട്സ്ആപ്പിലൂടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെയും ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചതായും ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങണം എന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യപ്പെടുത്തിയതായും യുവതി പരാതിയിൽ ആരോപിക്കുന്നു. ഈ കേസിൽ ഡിപിൻ ഇടവണ്ണ നിലവിൽ നിയമ നടപടികൾ നേരിടുകയാണ്. അതേസമയം സർക്കാർ സർവീസിലിരിക്കെ കോച്ചിംഗ് സെന്ററുകളും PSC പരിശീലന സ്ഥാപനങ്ങളും നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണവും അദ്ദേഹത്തിനെതിരെ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. 2025 മെയ് മാസത്തിൽ മുൻ ഗതാഗത കമ്മീഷണറും മുൻ ADGP-യുമായ S. ശ്രീജിത്തിനെതിരെ ഒരു സ്വകാര്യ ടെലിവിഷൻ അഭിമുഖത്തിലും സമൂഹമാധ്യമങ്ങളിലുമായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് ഡിപിൻ ഇടവണ്ണ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ശ്രീജിത്തിനെതിരെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നും ആവശ്യമെങ്കിൽ പുറത്തുവിടുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. മോട്ടോർ വാഹന വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ നടത്തിയ ഈ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അന്തിമ നടപടികളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. തന്നെ തേജോവധം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി ADGP S. ശ്രീജിത്ത് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് തുടരുകയാണ്. ഡിപിൻ ഇടവണ്ണയ്ക്ക് എതിരായ ലൈംഗിക അതിക്രമ പരാതിയിലും മറ്റ് ആരോപണങ്ങളിലുമുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്ന ആവശ്യമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. 2023 കണ്ണൂർ ജില്ലയിലെ കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ പാലിക്കേണ്ട കർശനമായ പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സർക്കാർ സർവീസിലിരിക്കെ കോച്ചിംഗ് സെന്ററുകളും PSC പരിശീലന സ്ഥാപനങ്ങളും നടത്തിയെന്ന ആരോപണത്തിലും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കുള്ള സേവന ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർ സ്വകാര്യ ബിസിനസ്സുകളോ മറ്റ് സ്ഥാപനങ്ങളോ നടത്താൻ പാടില്ല എന്ന കർശനമായ സർവീസ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമായാണ് വിജിലൻസ് ഇതിനെ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.